ശരിക്കും കിണറ്റിൽ വീണ പോത്തിനെ ഒരു ഹോണിന്റെ ശബ്ദം രക്ഷിച്ച ഒരു വിവരമുണ്ട്, നമുക്കൊന്ന് നോക്കാം. ബൈക്കിന്റെ ഹോൺ ഒരു ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? വിശ്വസിക്കണം. കാരണം കിണറ്റിൽ വീണ പോത്തിന് പുതുജീവൻ നൽകിയത് ഒരു ബൈക്കിന്റെ ഹോണാണ്. വെണ്ണിയൂർ അമ്മാന്തോട്ടം കുളം സ്വദേശി സിന്ധുദേവിന്റെ പോത്താണ് പൊട്ടക്കിണറ്റിൽ വീണത്. പറമ്പിൽ മേയാൻ വിട്ടിരുന്ന പോത്തിനെ കാണാതായതോടെ വീട്ടുകാർ പോത്തിനെ അന്വേഷിച്ചിറങ്ങി. വീട്ടുടമയുടെ ബൈക്കിന്റെ ഹോൺ കേട്ടതും പൊട്ടക്കിണറ്റിൽ നിന്നും പോത്തിന്റെ വിളി ഉയർന്നു. ഉടനെ വീട്ടുകാർ ഓടിവന്ന് പൊട്ടക്കിണർ നോക്കിയതും പോത്ത് അകത്ത് കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ വിഴിഞ്ഞം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഏകദേശം 30 അടിയോളം താഴ്ചയുള്ള കിണറ്റിലാണ് പോത്ത് വീണത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഏകദേശം 1.5 മണിക്കൂർ പരിശ്രമിച്ചിട്ടാണ് പോത്തിനെ ജീവനോടെ കരയിലെത്തിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖരേനുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളൊക്കെ ആയാലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ശബ്ദവും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഒക്കെ അങ്ങനെ അവർക്ക് പരിചിതമായ ശബ്ദങ്ങളൊക്കെ അവർ പെട്ടെന്ന് തിരിച്ചറിയും എന്നുള്ളത് സത്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ബൈക്കിന്റെ ഹോണാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായതും അത് ആ പോത്തത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുകൂടിയാണ്. ഞാൻ ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ചില ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും സുപരിചിതമായ ചില ശബ്ദങ്ങൾ, ചില ആളുകളുടെ ശബ്ദങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അല്ലേ? എത്ര മോശം അവസ്ഥയിൽ നിൽക്കുമ്പോഴാണെങ്കിലും ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളൊന്നും ഞെട്ടും, അയ്യോ ഇത് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ശബ്ദമല്ലേ എന്ന്. അത്തരത്തിലൊരു സംഭവമാണിത്. പക്ഷെ ഇത് ഈ വാർത്ത കുറച്ച് കൗതുകമായി പോയല്ലേ? ഒരു പോത്തുംകുട്ടി ഒരു പൊട്ടക്കിണറ്റിൽ വീണുന്നു. ആ പോത്തുംകുട്ടി അന്വേഷിച്ച് ഉടമകൾ രാവിലെ തൊട്ടിങ്ങനെ നടക്കണം. കുറേ സമയം അന്വേഷിച്ച് നടന്നു. എവിടെ പോയി ആർക്കും ഒരു പിടുത്തമില്ല. മേയാനായി വിട്ടതായിരുന്നു. ഈ കിണറ്റിൽ പോയി വീണുമെന്ന് അവരും കരുതിയില്ല. കിണർ അവരുടെ ശ്രദ്ധയിലും പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ആ വീട്ടിലെ ഉടമയുടെ തന്നെ ബൈക്കിന്റെ ഹോൺ ശബ്ദം കേട്ടിട്ട് ഈ പറയുന്ന പോത്തുകുട്ടി ആ പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് ഒരു റിപ്ലൈ കൊടുക്കുന്നത്. പോത്തിന്റെ ശബ്ദം കേട്ട് ചെന്ന് പിന്നെ അവർ നോക്കുമ്പോഴാണ് ആളിതുപോലെ 30 അടി താഴ്ചയിലാണ് വീണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി. വിഴിഞ്ഞം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജു ആണ് ഈ 30 അടി താഴ്ചയുള്ള പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങി പോത്തുകുട്ടീനെ കയറക്കിയിട്ട് രക്ഷപ്പെടുത്തി മുകളിലേക്ക് എത്തിക്കുന്നത്. 1 വർഷം മാത്രം പ്രായമുള്ള ഒരു പോത്തുകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു രസകരമായ കാഴ്ച എന്നതിനപ്പുറം അതിനകത്ത് കൗതുകത്തിനുമപ്പുറം അതിനകത്ത് സ്നേഹത്തിൻ്റെ ഒരു ചെറിയ കഥ കൂടി ഉണ്ടല്ലേ? കാരണം ആ വീടും ആ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും ആ ബൈക്കിന്റെ ശബ്ദം പോലും ഒരു പക്ഷേ ആ പോത്ത് ആ ഒരു മിണ്ടാപ്രാണിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാവും. അതുകൊണ്ടല്ലേ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അത് വീണ് കിടന്നിട്ട്. അതുകൊണ്ടുകൂടിയാണ് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ എത്തിയത്. വീട്ടുകാർ കണ്ടെത്തിയത്. ഫയർഫോഴ്സിനെയൊക്കെ പിന്നീട് വിവരമറിയിച്ചു. 1.5 മണിക്കൂറിന്റെ പരിശ്രമത്തിന് ശേഷമാണ് രക്ഷിച്ചെടുത്തത്. ഏറ്റവും ഒടുവിൽ കണ്ടു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്.